ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എക്സിക്യൂട്ടീവ് വിവേകയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗേസ്, ഇതൊരു സെക്കൻഡ് പാർട്ട് വീഡിയോസാണ് ഗേസ് ഇട്ടേക്കുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഹണി ഗെയിൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് JMPT എന്ന് പറഞ്ഞ ഒരു ടോക്കൺ, ഒരു ക്രിപ്റ്റോ നിങ്ങൾക്ക് എങ്ങനെ ഏൺ ചെയ്യാമെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് വേണം ഗേസ് ഈ വീഡിയോ കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഈ ഐ ബട്ടണിൽ കയറി അല്ലെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തെന്ന് കാണുക ഗേസ്, എന്നിട്ട് ഈ വീഡിയോ കാണുക ഗേസ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന അതിൻ്റെ സെക്കൻഡ് പാർട്ടായിരുന്നു. അത് ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഉണ്ടായിരുന്നു. നിങ്ങൾ ഏകദേശം 2x സ്പീഡിലിട്ട് കാണുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കാണാൻ പറ്റും. കാരണം അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് ഗേസ്. വളരെ സിമ്പിളായിട്ട് ഏതൊരു പുതുതായിട്ട് വന്നൊരാൾക്കും ക്രിപ്റ്റോ എന്താണെന്ന് അറിയാത്തവർക്ക് വരെ മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനത് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെയായിരിക്കും ഗേസ് ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് ആയാൽ പോലും നിങ്ങൾക്കത് വെർത്തായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഏതൊരു സിംഗിൾ കാര്യം പോലും ഞാൻ ഇതിനകത്ത് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് നേരെ കിടക്കാം. അതിനു മുമ്പ് തന്നെ ഗേസ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്കും ചെയ്യുക ഗേസ്. അപ്പം ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് നമുക്ക് ട്രസ്റ്റ് വാലറ്റിൽ വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ JMPT ടോക്കൺസ് നമ്മൾ ആ ഡേറ്റ ഷെയർ ചെയ്തിട്ട് കിട്ടിയ നമുക്ക് ആ റിവാർഡ് നമുക്ക് അവിടെ ട്രസ്റ്റ് വാലറ്റിൽ കിടക്കുവാണ്. ആ ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെ നമുക്ക് ബൈബിറ്റ് അല്ലെങ്കിൽ ബിനാൻസ്, കുക്കോയിൻ അങ്ങനത്തുള്ള എക്സ്ചേഞ്ചിലോട്ട് കൊണ്ടുവന്നിട്ട് നമുക്കത് നമ്മുടെ ഗൂഗിൾ പേയിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടോ അത് പൈസയായിട്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് കിട്ടി നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയുടെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന എക്സ്ചേഞ്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് തരത്തിലൊരു ആപ്പ് ആയിക്കോട്ടെ അതിനെല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇപ്പം ഒരു എക്സ്ചേഞ്ചിൽ കയറുവാണെങ്കിൽ അത് ട്രേഡിംഗ് ഫീ ആയിട്ട് കിട്ടുന്ന $10 ആയിരിക്കും. അല്ലാതെ നിങ്ങൾ വെറുതെ കയറുവാണെങ്കിൽ എൻ്റെ ലിങ്ക് വഴി കയറുവാണെങ്കിൽ അത് ഇരട്ടിയായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് ഇപ്പോൾ തന്നെ കയറുക ഗേസ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്ക് ഫോണിൽ പോയിട്ട് എങ്ങനെ ചെയ്യുന്നത് ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ചു തരാം ഗേസ്. അപ്പോൾ നമുക്ക് നേരെ ഫോണിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ട്രസ്റ്റ് വാലറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ജംടാസ്ക് കോയിൻസിന് എല്ലാം നമുക്കൊരു ബാലൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ആവശ്യമില്ലാത്ത കുറേ കോയിൻസ് ഉണ്ട്, അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി കളയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് സെല്ല് ചെയ്യേണ്ട പഠിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള കോയിൻസ് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. JMPT, CELO, USDT ഇത് മൂന്നും നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പം ഈ JMPT ടോക്കൺസിൻ്റെ ഒരു ബാലൻസ് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ USDT ഇതൊന്നും നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അതെങ്ങനെ കൊണ്ടുവരാൻ ജസ്റ്റ് ഒന്നും നമ്മളൊന്ന് മേളിലോട്ടൊന്ന് ആക്കുകയാണെങ്കിൽ മാനേജ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഇവിടെ മാനേജ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. കുറേ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വന്നിട്ട് CELO മാത്രമുള്ളത് നമുക്ക് അറിഞ്ഞാൽ മതി. കാരണം നമ്മൾ ജംടാസ്ക് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ നമ്മൾ വിഡ്രോ ചെയ്തത് CELO വഴിയാണ് ഞാൻ ഇതിവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങളും അതുവഴി ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഗ്യാസ് ഫീ വളരെ കുറവാണ് CELOയ്ക്ക്. അല്ലാതെ BSC ഒക്കെ ആണെങ്കിൽ നല്ല ഒരു ഗ്യാസ് ഫീ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ CELO ആണ് എടുത്തേക്കുന്നത്. അതുകൂടാതെ നിങ്ങൾക്കിപ്പോൾ ആവശ്യമുള്ള USDT എന്ന് പറഞ്ഞ കോയിനും ആ CELO ബ്ലോക്ക് ചെയിനിൽ തന്നെ ഉള്ളതായിരിക്കണം. അതിനു വേണ്ടിയാണ് അവിടെ നെറ്റ്വർക്ക് CELO ആക്കി മാറ്റിയത്. അതുപോലെ തന്നെ JMPT എന്ന് പറഞ്ഞ ടോക്കണും അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വരാം. ഇപ്പോൾ ഇവിടെ വന്നില്ല USDT. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ USDT വന്നിട്ടുണ്ട്. അപ്പം ഈ 3 കോയിൻസാണ് ഇപ്പോൾ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പം 3 കോയിൻസ് ഇപ്പോൾ അവിടെ കൊണ്ടുവരാൻ എല്ലാം പഠിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ USDT ഇപ്പോൾ വളരെ 0 ആയിട്ടാണ് കിടക്കുന്നത്. ഒന്നുമില്ല എൻ്റെ കയ്യിൽ. USDT 0 എന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയിനിൽ ആ USDTയിലോട്ട് നമ്മൾ ജംടാസ്കിനെ USDT ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി അവിടെ ഡിസ്കവർ എന്നൊരു ഓപ്ഷൻ നമ്മൾ കാണുന്നുണ്ട്. ആ ഡിസ്കവറി ഓപ്ഷനകത്ത് ഇവിടെ സെർച്ച് ആ ഒരു ബാറിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക യൂണിസ്വാപ്പ് എന്ന്. യൂണിസ്വാപ്പ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് വന്ന് കയറുന്നതായിരിക്കും. അപ്പോൾ ഈ വെബ്സൈറ്റിനാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ JMPT നമുക്ക് ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ കൊണ്ടുവന്ന് നമുക്ക് സെല്ല് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു ടോക്കണായിട്ട് നമുക്ക് മാറ്റണം. അതിനുവേണ്ടി ജസ്റ്റ് നമ്മൾ അതിനുവേണ്ടി ഇവിടെ കണക്ട് ഒന്ന് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ ട്രസ്റ്റ് വാലറ്റ് അതിന് അവിടെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് കുറേ കൺഫർമേഷൻസ് ചോദിക്കുക. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ സെല്ലെന്ന് പറഞ്ഞൊരു ഓപ്ഷനകത്ത് സെലക്ട് ടോക്കൺ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ആ സെലക്ട് ടോക്കണിനകത്ത് നമ്മളുടെ ബാലൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പം JMPT ടോക്കണാണ് നമുക്ക് സെല്ല് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് JMPT അവിടെ സെലക്ട് ചെയ്യാം. ഏകദേശം കുറച്ച് മിനിറ്റ് ഒരു ലാഗ് വരുന്നുണ്ട്. അതിപ്പോൾ അവിടെ JMPT ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ JMPT വേണമെങ്കിൽ നമുക്ക് CELOയിലോട്ടോ വേണമെങ്കിൽ ആക്കി മാറ്റാം. കാരണം CELO നമുക്ക് ഏതൊരു എക്സ്ചേഞ്ചിൽ കൊണ്ട് നമുക്ക്
മാറ്റാൻ കഴിയുന്ന ഒരു കോയിനാണ്. ഇപ്പോൾ ഏകദേശം 2 സീലോകൾ നമുക്ക് കിട്ടും $1.5. അപ്പോൾ നമ്മളിപ്പം സീലോയിലോട്ട് തന്നെ ആക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സീലോയുടെ പ്രൈസസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ ഒരു സ്വാപ്പ് ചെയ്ത് അന്ന് തന്നെ നമുക്ക് മാറ്റാൻ കഴിയില്ലെങ്കിൽ അത് നഷ്ടം ഉണ്ടാവും. കാരണം അതൊക്കെ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള കോയിൻസ് ആണ്. അപ്പോൾ നമ്മളിപ്പം USDT-ലോട്ടാണ്. ഒരു USDT ഒക്കെ ആകുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു സ്റ്റേബിൾ കോയിൻ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും സേഫ് ആയിട്ടിരിക്കാം. അതുകൊണ്ട് നമ്മളിപ്പോൾ USDT സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ വേണ്ടിയുള്ള ഓരോ കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഏകദേശം ഒരു 0.6 അടുപ്പിച്ചുള്ള പൈസ, അത്രയും ഇന്ത്യൻ റുപ്പിയാണ് പറയുന്നത്, അത്രയും പൈസയുള്ള കുറച്ച് സീലോ ആവശ്യമുണ്ട്. അതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ആ സ്വാപ്പ് സക്സസ് ആവുന്നതാണ്. ഇപ്പോൾ ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ട്രസ്റ്റ് വാലറ്റിൽ പോയിട്ട് നമുക്ക് നോക്കാം നമ്മളുടെ സ്വാപ്പ് ആയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള JMBT, സീലോയിലുള്ള JMBT ഇപ്പോൾ സീലോയിലുള്ള തന്നെ USDT ആയിട്ട് മാറിയിട്ടുണ്ട്. ഏകദേശം 130 രൂപയുടെ 1.55 അടുപ്പിച്ചിട്ടുള്ള ഒരു USDT അവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച്, ഇപ്പോൾ ബൈബിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിനാൻസ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിലോട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ഇവിടെ നിന്ന് സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് സെൻഡ് ചെയ്യേണ്ടതാണ് നമുക്ക് നോക്കേണ്ടത്. അതിനുവേണ്ടി നമ്മളിവിടെ ബൈബിറ്റിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ അസറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അസറ്റ്സിലോട്ട് നമ്മൾ വരിക. അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ മേളിൽ തന്നെ വന്ന് കിടപ്പുണ്ട് USDT എന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം USDT എന്ന്. USDT ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. USDT പല 2-3 ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അത് നമ്മൾ അല്ലാതെ കറക്റ്റ് തന്നെ USDT തന്നെ എടുക്കുക. എന്നിട്ട് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ഉണ്ട് ERC20, പോളിഗൺ, അങ്ങനെ കുറേ ബ്ലോക്ക് ചെയിനുണ്ട്. അതിൽ സീലോ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. കാരണം നമ്മളെ കയ്യിലുള്ളത് USDT സീലോയിലുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ട് ലോസായി പോകുന്നതായിരിക്കും നമ്മൾ തെറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ വാലറ്റ് അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ടെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ട്രസ്റ്റ് വാലറ്റ് വന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് നമ്മളെ ഇപ്പോൾ ഒരു USDT ഉണ്ടല്ലോ, ആ USDT എടുത്തോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം USDT അവിടെ നിന്ന് സെൻഡ് ചെയ്യണോ അത്രത്തോളം നിങ്ങളൊന്ന് അടിച്ചു കൊടുക്കുക. ഈ എമൗണ്ട് അടിച്ചതിന് കൊടുത്തതിന് ശേഷം ഏകദേശം കുറച്ച് സീലോ ഇവിടെയും കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അപ്പോൾ അവിടെ കൺഫർമേഷൻ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം വേണ്ടി ഒരു സീലോ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ സീലോ നമുക്ക് എങ്ങനെ നമ്മളുടെ ഈ ട്രസ്റ്റ് വാലറ്റിലോട്ട് മേടിച്ചിടാമെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതറിയാതെ പോകരുത്. കാരണം അത് സീലോ എന്തുമായാലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബൈബിറ്റ് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് നടക്കുന്നുണ്ട്, യു ഹാവ് 1 ഡെപ്പോസിറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ. അത് നമ്മളിപ്പോൾ അവിടെ നിന്ന് ട്രസ്റ്റ് വാലറ്റിന് ചെയ്തിട്ടുള്ള നമ്മൾ USDT സെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതാണ് അവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുമ്പോഴത്തേക്കും താണ്ട് ഇപ്പോൾ ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ USDT അവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ സക്സസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും 2-3 അക്കൗണ്ട്സിലുണ്ട്. അതിൽ നമ്മൾ ഫണ്ടിങ് അക്കൗണ്ടിലാണ് ഇപ്പം USDT വന്ന് കിടക്കുന്നത്. ഏതൊരു ഡിപ്പോസിറ്റ് വന്നാലും ഫണ്ടിങ് അക്കൗണ്ടിലേ വന്ന് കിടക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് USDT വന്ന് നോക്കുമ്പോഴത്തേക്കും 1.5 അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചിലാണെങ്കിൽ അത് നമുക്ക് ഇപ്പം സ്പോട്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, അത് ഫണ്ടിങ് എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ബിനാൻസിലൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അത് ഓരോ എക്സ്ചേഞ്ച് അതേ കണക്ക് തന്നെ ഇരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് പിന്നെ ഈ P2P ചെയ്ത് നമുക്ക് INR എങ്ങനെ ആക്കാൻ നോക്കാം ഗൈസ്. അപ്പോൾ നമുക്കിപ്പോൾ P2P എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് വന്ന് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു കുറേ ആഡ്സിനകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 88 രൂപയ്ക്ക് ഇതെല്ലാം നമുക്ക് ബൈ ചെയ്യാം, നമ്മൾ മേടിക്കുന്നതാണ്. നമുക്കിപ്പോൾ മേടിക്കില്ലല്ലോ, നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെല്ലാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് ബൈ ചെയ്യേണ്ട ഒരു ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യത്തെ 2-3 ആഡ്സ് നമുക്ക് ഇന്നെലിജിബിൾ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഇവിടെ സ്ക്വയർ ബോക്സ് കാണിക്കുന്നതിനകത്താണ് ഇപ്പോൾ സെല്ലെന്ന് പറഞ്ഞ ഓപ്ഷനോട്ട് നമുക്ക് വേണമെങ്കിൽ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഓരോ ആഡ്സിൻ്റെയും പ്രൈസസും അതുപോലെ തന്നെ ലിമിറ്റും ഇവിടെ കാണിക്കുന്നുണ്ട്. ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം 130 രൂപയാണ് ഇപ്പോൾ നമ്മളിവിടെ സെല്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 130 രൂപയ്ക്ക് നമുക്ക് സെല്ല് ചെയ്യണമെങ്കിൽ 100 മുതൽ തുടങ്ങുന്ന ഒരു ലിമിറ്റിനകത്ത് നമുക്ക് സെല്ല് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതിൽ കൂടുതലാണെങ്കിലോ അതിൽ കുറവാണെങ്കിൽ നമുക്ക് ചെയ്യാം, കൂടുതലാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 500 മുതൽ ആ ലിമിറ്റ് തുടങ്ങി നമുക്ക് 130 രൂപ 200 രൂപ ഒന്നും നമുക്ക് സെല്ല് ചെയ്യാൻ കഴിയത്തില്ല. അതാണ് അവിടെ ലിമിറ്റ് കൊണ്ട് നമുക്ക് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അടിയിൽ നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓരോ മെത്തേഡ്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സെല്ലിലോട്ടാണ് നമ്മൾ കിടക്കേണ്ടത്. അപ്പോൾ നമുക്ക് സെല്ല് എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യാം. അവിടെ സെല്ലിൻ്റെ ഓപ്ഷൻ്റെ താഴെ ഇവിടെ USDT എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ USDT നമുക്ക് ആണെന്ന് ഉറപ്പ് വരുത്തുക, എന്നാലേ നമുക്ക് USDT INR ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ USDT ആണെന്ന് നോക്കിയതിന് ശേഷം നമ്മളിവിടെ സെല്ല് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം 90 രൂപയുടെയും 89.5 രൂപയുടെയൊക്കെ കുറേ ആഡ്സ് കാണിക്കുന്നുണ്ട്. നമുക്ക് താഴോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ ആഡ്സ് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം ലിമിറ്റ്സ് കണ്ടോ, എല്ലാം 29,000. അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യം കാണുന്ന ഈ 90 രൂപയുടെ ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് ഏകദേശം
2 ലക്ഷം രൂപ മുതൽ 18 ലക്ഷം രൂപ വരെയൊക്കെയാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്കതൊന്നും നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ഫിൽറ്റർ ഓപ്ഷൻസ് കണ്ടോ, എമൗണ്ട് നമുക്ക് എത്ര വേണ്ടോ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എമൗണ്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എമൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര രൂപയാണ്, ഇപ്പോൾ ഇവിടെ 130 രൂപയുടെ ഒരു USD ആണല്ലോ സെല്ല് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ 130 രൂപ ജസ്റ്റ് ഒന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ റിഫ്രഷ് ആയിട്ട് 130 രൂപയുടെ ഉള്ള 100 മുതലുള്ള ലിമിറ്റുള്ള വാർഡ്സേ അവിടെ കാണിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കണക്ക് ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് മെത്തേഡ് മാത്രം മതി, ഇപ്പോൾ GPay മാത്രം മതി അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ മാത്രം മതിയെങ്കിൽ അതും ഇത് കണക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന ആദ്യത്തെ ഒരു ഓപ്ഷൻ ആഡിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ഞാൻ സെല്ല് ചെയ്ത് കാണിച്ചു തരാൻ പോവാണ്. അവിടെ സെല്ല് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ ഒരു ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു അക്കൗണ്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം KYC ചെയ്ത് അമ്മയുടെ വെച്ചായതുകൊണ്ട് അമ്മയുടെ ബാങ്ക് അക്കൗണ്ട് ഇപ്പം ചൈതന്യ ബി എന്നാണ് അമ്മയുടെ പേര്. അപ്പോൾ ചൈതന്യ ബിയുടെ തന്നെ ഒരു അക്കൗണ്ട് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. വേറെ ആളുടെ അക്കൗണ്ടുകളൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഗൂഗിൾ പേ ആണെങ്കിലോ ഫോൺ പേ ആണെങ്കിലോ അതേ കണക്ക് തന്നെ KYC ചെയ്ത ആളുടെ പേര് തന്നെ ആയിരിക്കണം. അപ്പം ഇവിടെ ഞാനിപ്പം ഏകദേശം എല്ലാ എൻ്റെ USDT ഞാൻ സെല്ല് ചെയ്യുന്നുണ്ട്. 130 രൂപയാണല്ലോ, 133 രൂപയുടെ ഏകദേശം അടുപ്പിച്ചുള്ള ഒരു USDT ആണ് ഇവിടെ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെല്ല് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ടൈമർ ഇവിടെ റൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 30 മിനിറ്റിൻ്റെ ടൈമറാണ്. ഈ 30 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഈ പേയ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളുടെ ഈ ഓർഡർ ക്യാൻസൽ ആവുന്നതാണ്. അതുകൊണ്ട് ബയ്യർ ഇവിടെ ഓൺലൈനിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് കോൺടാക്ട് ബയ്യറിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഒന്ന് ചാറ്റ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഒരു ഹലോ ഒക്കെ ഇട്ട് കൊടുക്കുക കേസ്. അപ്പം ഹലോ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പ്രത്യേക നമ്മളൊന്ന് ആലോചിക്കണം. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മൾ സെല്ല് ചെയ്തതുകൊണ്ട് ഫസ്റ്റിൽ അവരാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് തരുന്നത് നമ്മളെ പൈസ. പക്ഷേ നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ നമ്മളാണ് ആദ്യം പൈസ കൊടുക്കുന്നത്. അതുകൊണ്ട് ചിലവർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി അവർ വേറെ മെത്തേഡ് വഴി ചെയ്യാമെന്നൊക്കെ ചോദിക്കും. നമ്മൾ പൈസ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള പൈസ ലോസ് ആവുന്നതായിരിക്കും. കാരണം ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈബിറ്റ് ചെയ്തിട്ട് നമ്മൾ ഗൂഗിൾ പേയിലല്ലാതെ വേറെ ഏതെങ്കിലും QR കോഡ് വഴി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർന്ന് കാര്യം, നമ്മളെ പൈസ പോയി അവന്മാർ നമുക്ക് USDT ഇട്ട് തരത്തില്ല. അങ്ങനെ ഓരോ സ്കാം ഒക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു ഓർഡർ നല്ലവണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. അയാൾ എനിക്ക് പൈസയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അത് പൈസ ഏറ്റവും നമ്മൾ എല്ലാ ബാങ്കിൻ്റെ ആപ്പിലും ഒക്കെ നമ്മൾ പോയി ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇതിനകത്ത് റിലീസ് ചെയ്യാവൂ. റിലീസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. റിലീസ് ചെയ്യുമ്പോൾ 2 ടിക്കൊക്കെ കൊടുത്ത് അക്നോളജ് ഞെക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ അത്തൻറ്റിക്കേറ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് അത്തൻറ്റിക്കേറ്ററിലെ പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് USDT നമ്മൾ സെല്ല് ചെയ്ത് നമ്മളെ ഗൂഗിൾ പേയിലോട്ട് പൈസ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വ്യൂ മൈ അസറ്റ്സിലോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മളെ USDT ഫുള്ളാണ് ഞാൻ അവിടെ സെല്ല് ചെയ്തുകൊണ്ട് എൻ്റെ കയ്യിൽ USDT ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു ട്രസ്റ്റ് വാലറ്റിലോട്ട് എങ്ങനെയാണ് സീലോ കൊണ്ടുവരുന്നത് നമ്മൾ. കാരണം JMPയിലോട്ട് അങ്ങോട്ട് സ്വാപ്പ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ എക്സ്ചേഞ്ചിലോട്ടൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും സീലോ ആവശ്യമായി വന്നിരുന്നു. അപ്പോൾ സീലോ എങ്ങനെ കൊണ്ടുവരുന്നതെന്ന് ഇനി നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം ട്രസ്റ്റ് വാലറ്റിലോട്ട് സീലോയിൽ ക്ലിക്ക് ചെയ്തിട്ട് റിസീവിൽ ക്ലിക്ക് ചെയ്ത് നമ്മളിപ്പോൾ കോപ്പി ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു അഡ്രസ്സ്. അപ്പോൾ ആ വാലറ്റ് അഡ്രസ്സാണ് ഇപ്പം സീലോയുടെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ നമ്മളുടെ എക്സ്ചേഞ്ചിലോട്ട് പോയിട്ട് എങ്ങനെ നമുക്ക് സീലോ മേടിക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഇവിടെ ബൈബിറ്റിലാണ് വന്നിരിക്കുന്നത്. ബൈബിറ്റിൽ സ്പോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കണ്ടിട്ടുണ്ടോ? സ്പോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഈ സ്പോട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതുകൊണ്ട് ഇപ്പം ഓൾറെഡി ഇവിടെ ഞാൻ സീലോ എടുത്തു വെച്ചതായതുകൊണ്ട് തന്നെ ഇവിടെ സീലോ ഫസ്റ്റിൽ വന്ന് കിടക്കുകയാണ്. ഇപ്പോൾ സീലോ അല്ല നിങ്ങൾക്ക് കിടക്കുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഒരു സ്ക്വയർ ഇട്ട് റെക്ടാങ്കിൾ ഇട്ട് ഞാൻ ഇവിടെ സെയിലോ USDT പെയർ എന്നാണ് കിടക്കുന്നത്. അവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വേറെ ഏതെങ്കിലും കോയിൻ ആണെങ്കിൽ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സീലോയിലോട്ട് മാറ്റാം. സീലോ USDT പെയർ ആണ്. കാരണം നമ്മൾ USDT ആണ് USDT കൊടുത്ത് നമ്മൾ സീലോ മേടിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം 0 സീലോ ആണ് നമ്മൾ കിടക്കുന്നത്. നമ്മളതിൽ ഒരു സീലോ ഇല്ല. അതുകൂടാതെ ഇപ്പോൾ ഇവിടെ സെല്ല് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മൾ സെല്ലല്ല ചെയ്യേണ്ടത്, നമുക്കിപ്പം ബൈ ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൈ ചെയ്യാൻ ആയിട്ടുണ്ട്. പക്ഷേ ബൈ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ USDT ഇപ്പോൾ 0 ആയിട്ടാണ് കിടക്കുന്നത്. USDT ഇല്ലാതെ നമ്മളെങ്ങനെ ബൈ ചെയ്യുക? അപ്പോൾ നമ്മൾ ആ ഒരു USDT 0ന് ഓപ്പോസിറ്റ് അതിൻ്റെ തൊട്ടപ്പുറമായിട്ട് നമുക്ക് ഒരു പ്ലസ് ഐക്കണുണ്ട്. ആ പ്ലസ് ഐക്കണിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഫണ്ടിങ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് യൂണിഫൈഡ് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് USDT ആക്കാൻ കഴിയണം. അതിനുവേണ്ടി നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫണ്ടിങ് അക്കൗണ്ടിൽ നിന്ന് യൂണിഫൈഡ് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് USDT ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഫണ്ടിങ് അക്കൗണ്ടിൽ ഉള്ള ഒരു എമൗണ്ട് വെച്ച് ഒരു കോയിൻ വെച്ച് നമുക്ക് ഒരു കോയിൻസും ഇതിനകത്ത് മേടിക്കാൻ കഴിയത്തില്ല. യൂണിഫൈഡ് ട്രേഡിങ്ങിലോട്ട് ഉള്ളതിൽ വെച്ച് നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്.
അപ്പോൾ ഇവിടെ 1.6 ഏകദേശം 1.64 USD ഞാൻ ഇവിടെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അത്രയും എമൗണ്ട് ഞാൻ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം എനിക്കൊരു 1.99 സീലോ എനിക്ക് മേടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ അതിൻ്റെ പ്രൈസസ് ഞാൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വേണമെങ്കിൽ ലിമിറ്റിലിട്ട് മേടിക്കാം. ലിമിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം കറണ്ട് റണ്ണാവുന്ന പ്രൈസ് കണ്ടില്ലേ 81363 ആണ്. ആ ഒരു പ്രൈസിന് അതേ പ്രൈസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ ആ ഒരു പ്രൈസ് വരുമ്പോൾ നിങ്ങൾക്ക് ഹിറ്റായാൽ മതിയോ ആ ഒരു പ്രൈസ് നിങ്ങൾക്ക് അവിടെ അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ മാർക്കറ്റിലിട്ട് മേടിക്കാനാണ് നോക്കുന്നത്. കാരണം നമുക്ക് ഉടനെ തന്നെ പർച്ചേസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അവിടെ മാർക്കറ്റിലോട്ട് ചൂസ് ചെയ്യുന്നു. മാർക്കറ്റിൽ ചൂസ് ചെയ്തതിന് ശേഷം മാക്സിമം USDT അവിടെ ഫുൾ USDTയും കൊടുത്തിട്ടാണ് ഞാനിവിടെ ബൈ ചെയ്യുന്നത്. ഉടനെ ഞാൻ യൂണിഫൈഡ് ട്രേഡ് അക്കൗണ്ട് വന്ന് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ സീലോ അവിടെ പർച്ചേസ് ആയിട്ടുണ്ട്. ഏകദേശം 1.998 അടുപ്പിച്ചുള്ള ഒരു സീലോ അവിടെ കിടപ്പുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഈ സീലോ നമ്മൾ ഇനി ട്രാൻസ്ഫർ ചെയ്ത് ഫണ്ടിങ് അക്കൗണ്ടിലോട്ട് മാറ്റണം. ആ ഫണ്ടിങ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ട്രസ്റ്റ് വാലറ്റിലോട്ട് വിഡ്രോ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ യൂണിഫൈഡ് ട്രേഡ് അക്കൗണ്ടിന് ആ ഓപ്ഷനകത്ത് അതൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് യൂണിഫൈഡിൽ നിന്ന് ഫണ്ടിൽ അക്കൗണ്ടിലോട്ട് മാറ്റേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് സീലോ എടുത്തിട്ട് നമുക്ക് ഫുൾ മാക്സിമം എടുത്തിട്ട് നമുക്ക് ഫണ്ടിങ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ഏകദേശം ട്രാൻസ്ഫർ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വിഡ്രോ ചെയ്ത് ട്രസ്റ്റ് വാലറ്റിലോട്ട് ആക്കാം. അപ്പോൾ നമുക്കിപ്പം ഫണ്ടിങ് അക്കൗണ്ടിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വിഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഡെപ്പോസിറ്റ് തൊട്ടപ്പുറമായിട്ട് വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫസ്റ്റിൽ തന്നെ നമുക്ക് സീലോ അവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഏകദേശം 1.9 എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സീലോ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് നമ്മളുടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ നേരത്തെ കോപ്പി ചെയ്തെടുക്കുന്ന ആ ഒരു അഡ്രസ്സ് അവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നെറ്റ്വർക്ക് നമുക്ക് സീലോ തന്നെ ചൂസ് ചെയ്യാൻ പറ്റും, വേറെ ഒന്നും ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മൾ മാക്സിമം എമൗണ്ട് അടിക്കുക. എമൗണ്ട് അടിച്ചതിന് ശേഷം ഏകദേശം ഒരു 0.001 സീലോ നമുക്ക് ഇവിടെ കട്ടാവുന്നതാണ് ഗ്യാസ് ഫീ ആയിട്ട്. എന്നിട്ട് വിഡ്രോ ഞെക്കുക. ഞാൻ ഇവിടെ ഓൾറെഡി വെരിഫൈഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. വെരിഫൈഡ് എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇതിനകത്ത് ഈ ഒരു അഡ്രസ്സിലോട്ട് ഇവിടെ പേയ്മെൻറ്റ് എടുത്തിട്ടുണ്ടായതുകൊണ്ട് എനിക്കിവിടെ വെരിഫിക്കേഷൻ ഒന്നും വേണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അത്തൻറ്റിക്കേറ്ററിൻ്റെയും അല്ലെങ്കിൽ ഇമെയിലിലോട്ട് ഒരു OTP വരുന്നുണ്ട്. ആ രണ്ടും നമ്മളൊന്ന് എടുത്തു കൊടുക്കേണ്ടതാണ്. അത് എടുത്തു കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം വിഡ്രോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രസ്റ്റ് വാലറ്റിലോട്ട് പോയി നോക്കാം നമ്മളുടെ എമൗണ്ട് അവിടെ വന്നിട്ടുണ്ടോ എന്ന്. ഏകദേശം 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളുടെ ഈ ഒരു സീൽ ഇവിടെ വരേണ്ടതാണ്. ഞാൻ ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുന്നുണ്ട്. ഒന്നും കൂടെ റിഫ്രഷ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വന്നിട്ടുണ്ട് കേസ്. ഇപ്പം 2.29 സീലോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സീലോ കൊണ്ടുവരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേസ്. നമ്മളെ വീഡിയോ നമ്മളിപ്പം P2P ചെയ്ത് പൈസ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക കേസ്. അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എന്ത് കാര്യത്തിലുള്ള ഡൗട്ടാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.